ഒരു പുരുഷന് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചെറിയ മാർഗങ്ങൾ പറഞ്ഞുതരാം. ഒരു യഥാർത്ഥ സ്ത്രീയെ കണ്ടെത്തുക, ജീവിതത്തിൽ ഒപ്പം കൂട്ടുക, നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു ശരിയായ സ്ത്രീ. അവൾ നിങ്ങളുടെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കതൊരു ശല്യമായി ചിലപ്പോൾ തോന്നിയിരിക്കും. പക്ഷേ അവരുടെ കാഴ്ചപ്പാട്, ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് തരുന്ന പിന്തുണ വളരെ വലുതാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ കൈവരിക്കണം, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകി ഒപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾക്ക് പോവില്ല. കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് അവൾ അവിടേക്ക് എത്തിക്കില്ല. അതല്ലാതെ എപ്പോഴും പരിഭവം പറഞ്ഞ് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളെ എപ്പോഴും ശല്യം ചെയ്യുന്നൊരു സ്ത്രീയാണ്. അതൊരു ഒരുപാട് കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളവളോ ഒക്കെ ആയിട്ട് നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ള ആൾക്ക് കുറച്ച് കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ല എങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അതിന് പകരം കുറച്ച് കാഴ്ചയ്ക്ക് കുറച്ച് ഭംഗി കുറവാണെങ്കിലും നിങ്ങളെ എപ്പോഴും ഉത്ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ധൈര്യം തരുന്ന, ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീയാണ്, ഒരു യഥാർത്ഥ സ്ത്രീയാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോവില്ല. അതുപോലെ നിങ്ങളൊരു മദ്യപാനി ആവാതിരിക്കുക. രാവിലെ മുതൽ പണിയെടുത്തിട്ട് ആ കിട്ടുന്നതിൻ്റെ 3/4 ഭാഗവും നിങ്ങൾ മദ്യത്തിനാണ് ചെലവഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ദാരിദ്ര്യം ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. അത് നിങ്ങളുടെ കൂടപ്പുറപ്പായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ ഉറപ്പാണ്. അതുപോലെ മടിയനാകുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് ആണ് നിങ്ങൾ മടി ഉപേക്ഷിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി ഉപേക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിലേക്ക് പോവില്ല. എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിട്ടാണ് കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിരിക്കണം. ഉപയോഗശൂന്യമായ കുറേ വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന വീഡിയോസൊക്കെ വളരെ വ്യൂസ് ഉണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും അവരുടെ ലൈഫിൽ അവരുടെ ഡെയിലി ലൈഫായിരിക്കും അവർ വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണാനാണ് ആളുകൾ കൂടുതൽ. കാരണം അവർ ചിന്തിക്കുന്നത് പ്രൊഡക്റ്റീവായി ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ കാണുന്നത്. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായി ചിന്തിക്കുക, നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മളുടെ ഭാവി ഒക്കെ നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളിൽ അതായിരിക്കണം വേണ്ടത്. നമ്മളുടെ ദാരിദ്ര്യത്തെ മറികടക്കാൻ നമ്മൾക്ക് തന്നെ കഴിയും. അതിന് നമ്മൾ സ്വയം കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക, സപ്പോർട്ടായിട്ടുള്ളൊരു പാർട്ട്ണറെ കണ്ടെത്തുക, നമുക്കൊപ്പം സപ്പോർട്ടായി നിന്ന് നമ്മുടെ കഷ്ടപ്പാടാണെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു പാർട്ട്ണറെ കണ്ടെത്തി കൂടെ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാം.